നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ മാന്നാറിലെ യുവപ്രതിഭയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അജിത് കുമാർ എന്നാണ്. അജിത് കുമാർ മാന്നാർ, ആലപ്പുഴ ജില്ലയിലെ അജിത് കുമാർ മാന്നാറിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം വയലിൻ വായിക്കുന്ന ഒരു യുവപ്രതിഭയാണ്. ധാരാളം വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവപ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ കരവിരുതാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. അദ്ദേഹം ഒരു കലാകാരനാണ്, ഒപ്പം ഒരു അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് നമുക്ക് എത്താം. അപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാറേ. നമ്മൾ മാന്നാറിലെ ഒരു യുവപ്രതിഭയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളുടെ കലകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ എത്ര നാളായിട്ട് ഈ വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ 22 വർഷമായിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഗുരുനാഥൻ ആരാണ്? എൻ്റെ ഗുരുനാഥന് പ്രസിദ്ധനായ വയലിനിസ്റ്റാണ് ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലേ? അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ നെടുമങ്ങാട് സാറിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് ധാരാളം പ്രതിഭകളിൽ ഒരു പ്രിയപ്പെട്ട പ്രതിഭ തന്നെയാണ് ഇദ്ദേഹം, അല്ലേ? അതെ. അപ്പം നമ്മൾ സ്കൂൾ ജീവിതമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ചത് നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, മാന്നാറ്. കോളേജ് വിദ്യാഭ്യാസം പമ്പ കോളേജ് പരുമലയായിരുന്നു. അല്ലേ? അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കലാജീവിതമായിട്ട് വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് വായിക്കാനും പരിപാടി അവതരിപ്പിക്കാനും ഒക്കെ പറ്റും. സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഓക്കെ. നമ്മൾ ഈ കലാമേഖലയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രതിഭ ഏതാണ് ശരിക്കും? വയലിനിസ്റ്റുകളുടെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വയലിനിസ്റ്റ് ഗണേഷ് കുമരേഷാണ്. സഹോദരന്മാരാണ്. അവരുടെ വായനയും പെർഫോമൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി കാണാറുണ്ട്. അവരെയൊക്കെ ഫോളോ ചെയ്യാറുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും, വളരെ സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗങ്ങളൊക്കെ ചോദിച്ചാൽ ഏതായിരിക്കും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം കാപ്പി രാഗമാണ്. കാപ്പി രാഗം ഭയങ്കര ഫീലുള്ള, ദുഃഖവും സന്തോഷവും ഒരുപോലെ വരുന്ന ഒരു രാഗമാണ് കാപ്പി രാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാപ്പി രാഗമാണ് ഏറ്റവും പ്രിയപ്പെട്ട രാഗം, അല്ലേ? അതെ, ഒരുപാട് സിനിമാ പാട്ടുകളുള്ള രാഗമാണ്. ഏത് സാധാരണക്കാരനും സംഗീതം അറിവില്ലാത്ത ഒരാൾ പോലും മനസ്സിൽ പെട്ടെന്ന് തുളച്ചു കയറുന്ന ഒരു രാഗമാണ് കാപ്പി. അതിലെ പ്രസിദ്ധമായ പാട്ട് കരിമിഴിക്കുരുവിയെ കണ്ടില്ല, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ, കാതൽ റോജാവേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട രാഗങ്ങൾ 3-4 രാഗങ്ങളുണ്ട് കേട്ടോ. പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങൾ മോഹനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കല്യാണി ഇഷ്ടമാണ്. പിന്നെ മധ്യമാവതി ഭയങ്കര ഇഷ്ടമാണ്. മധ്യമാവതി അല്ലേ? തീയാണല്ലേ? മധ്യമാവതി രാഗമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഹരിവരാസനം ട്യൂൺ ചെയ്തേക്കുന്നത് മധ്യമാവതി രാഗത്തിലാണ്. പിന്നെ ഹിന്ദോളം, ഇങ്ങനൊക്കെ കുറെ രാഗങ്ങള് എനിക്ക് അധികമൊന്നും അറിയത്തില്ല, എങ്കിലും കുറച്ച് രാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാഗങ്ങളാണ്. എനിക്ക് വല്ലാത്തൊരു ഫീൽ അതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഫീല് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ആ രാഗത്തിലുള്ള കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ. ഞാനും ധാരാളം കീർത്തനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം നമ്മളെ സ്വാധീനിച്ച ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അത് തീർച്ചയായിട്ടും ഈ ബാലഭാസ്കറിന്റെ പരിപാടികൾ കൈരളി ചാനലിൽ, എൻ്റെ ചെറുപ്പത്തിലാണ് ഈ കൈരളി ചാനലിലൊക്കെ വരുന്നത്. ബാലഭാസ്കർ എന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കൈരളി TV-യിൽ. ശരി. അതിൽ നമ്മൾ കത്ത് പോസ്റ്റൽ കാർഡിൽ എഴുതി അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ശനിയാഴ്ച രാവിലെ 9:30 കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുമായിരുന്നു. അതിലാണ് ബാലഭാസ്കർ TV-യിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടിക്കാലമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും വയലിനെ പാട്ടുകൾ വായിക്കാം എന്നുള്ള തിരിച്ചറിവുണ്ടായത്. കീർത്തനങ്ങൾ, പരമ്പരാഗതമായിട്ട് കീർത്തനങ്ങൾ മാത്രമാണ് വയലിനെ കേട്ട് വന്നേക്കുന്നത്. സിനിമാ പാട്ടുകൾ, ഏത് സിനിമാ പാട്ടും വയലിനെ വായിക്കാമെന്ന് മനസ്സിലാകുന്നത് ബാലഭാസ്കർ ആ കൺഫ്യൂഷൻ പ്രോഗ്രാം കൈരളി TV-യിൽ 2001-2002 കാലഘട്ടത്തിൽ നടത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായ തിരിച്ചറിവും ഭയങ്കര ഇഷ്ടവും തോന്നി. അദ്ദേഹം കേരളത്തിൽ തരംഗം തന്നെ സൃഷ്ടി. ഇത്രയും വയലിനിസ്റ്റുകൾ ഉണ്ടാകാൻ കാര്യം, യുവ വയലിനിസ്റ്റുകൾ ഉണ്ടാകാൻ കാരണം
ബാലഭാസ്കർ തന്നെയാണ്. തീർച്ചയായും നമ്മൾ ആ അതുല്യ പ്രതിഭയെ നമ്മൾ ഇവിടെ നിന്ന് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാവിധ കഴിവുകൾക്കും മുന്നിൽ അദ്ദേഹം നമ്മളെ രസിപ്പിച്ച എല്ലാ പാട്ടുകൾക്കും മുന്നിൽ ഒരു പ്രണാമം നമ്മൾ അർപ്പിക്കുകയാണ്. മരണമില്ലാത്ത ഒരു കലാകാരനായി ഇന്ന് ഉണ്ടാകട്ടെ, നമ്മുടെ എല്ലാ മനസ്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്ക് ഇനിയും എന്താണ് നമ്മുടെ വയലിൽ നമുക്ക് കൂടുതൽ താല്പര്യങ്ങളുള്ളത്? എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിക്കണം, ഒരുപാട് പേരെ വയലിൻ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പം ധാരാളം വേദികളിൽ എത്തപ്പെടട്ടെ. അതെ, നമുക്ക് ഇപ്പം വേദികളിലൊക്കെ അത്യാവശ്യം വേദികളിലെല്ലാം നമ്മൾ എത്തപ്പെടുന്നുണ്ടല്ലോ. അത്യാവശ്യം പരിപാടിയുണ്ട്. അത്യാവശ്യം നവരാത്രി കഴിഞ്ഞുകൊണ്ട് കൊച്ചു കൊച്ചു പരിപാടികളുണ്ട്. അപ്പം നമുക്ക് വലിയ ഒരു തരംഗമായി മാറട്ടെ. നമ്മളെ ബാലഭാസ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ പ്രതിഭയായി മാറട്ടെ. അങ്ങയെ സ്വാധീനിച്ച ആ ഒരു ഘടകം പോലെ തന്നെ ഒരു വലിയൊരു പ്രതിഭയായി തന്നെ മാറട്ടെ.
പിന്നെ നമ്മൾ ഈ കലാജീവിതത്തിലെ നമ്മളിലേക്ക് വരുമ്പം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ കലയുമായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ ചെറുതായിട്ട് പാട്ട് പാടും. ഈ ഭജനകളൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിലെ, അതിലൊക്കെ അച്ഛന് ചെറുപ്പത്തിൽ പാട്ട് പാടാൻ പോവായിരുന്നു. നമ്മൾ അത്യാവശ്യം പാടുമോ? ഞാൻ അത്യാവശ്യമൊക്കെ പാടും. അത്യാവശ്യം പാടും. അപ്പം അത്യാവശ്യം പാടുന്ന ഒരാൾ വയലിൻ വായിക്കും വേറൊരു ഫീൽ കിട്ടും. തീർച്ചയായിട്ടും അതെ. അങ്ങനെ രാഗങ്ങളൊക്കെ കുറെ കൂടെ നമുക്ക് ഒരു ആംബിയൻസിൽ എത്തിക്കാൻ പറ്റും, ഡെപ്തായിട്ട് വിസ്തരിക്കാനും ഒക്കെ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിഭയെ നമ്മൾ പരിചയപ്പെടാനും നമ്മുടെ ചാനലിലൂടെ കുറച്ച് ആൾക്കാരിലേക്ക് അറിയപ്പെടാനും സാധിക്കുന്നതല്ല തീർച്ചയായും എന്നെ സംബന്ധിച്ചോളം വലിയ അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്.
അജിത് മാന്നാർ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ നമ്മുടെ നാട്ടുമ്പുറത്ത് ഉണ്ടാകട്ടെ എന്ന് സ്മാർട്ട് പെൻ സഫാരിയുടെ നാമധേയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളുടെ വീഡിയോ ഒരു തരംഗമായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കളുടെ കഴിവുകൾ പുറംലോകം അറിയട്ടെ. ലോകത്തിന് എത്രത്തോളം സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറാവോ അത്രത്തോളം സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ തൊട്ടടുത്തൊരു പള്ളി ഉള്ളതുകൊണ്ട് ആ പള്ളിയുടെയൊക്കെ പ്രാർത്ഥനയും മണിയടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ ആ പാട്ടിൻ്റെയും ഒക്കെ ഇടയിൽ മണിയടിയും പ്രാർത്ഥനാ ഗീതങ്ങളും ഒക്കെ നമുക്ക് കയറിയുള്ള സാധ്യതകളുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സന്തോഷം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് സംഗീതം ആസ്വദിക്കണം, വയലിൻ പാട്ടുകൾ കേൾക്കണം, വയലിൻ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം. എന്നെയെന്ന് മാത്രമല്ല ഏത് വയലിൻ വായിക്കുന്ന ഒരാളെയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ കൊച്ചു കലാകാരന് നിങ്ങളുടെ വിലയേറിയ അംഗീകാരങ്ങളും സപ്പോർട്ടും ആവശ്യമാണ്. വളർന്നു വരുന്ന പ്രതിഭയെ വളർത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പം എല്ലാ ആൾക്കാരും ഈ വീഡിയോ സ്വീകരിക്കും, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമസ്കാരം. സന്തോഷം.